ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. റേമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിന്റെ തീരജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലെ ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടവുമായി ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദീപ കർമാക്കർ. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശിന്റെയും പശ്ചിമബംഗാളിന്റെയും തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച റേമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശിലെ ഖേഖുപാരയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ഇടയിലാണ് റേമൽ തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് സുന്ദർബനിലും സൌത്ത് 24 പർഗനാസ്, നോർത്ത് 24 പർഗനാസ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. ഹൌറ, ഹൂഗ്ലി, കൊൽക്കത്ത, നാദിയ ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. അസമിലും വടക്ക് കിഴക്കൻ മേഖലയിലെ ചില ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവലോകന യോഗം ചേർന്നു. റേമൽ കൊടുങ്കാറ്റിനെ നേരിടാൻ പശ്ചിമബംഗാളിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ദുരന്ത മുന്നൊരുക്കങ്ങൾക്കായി കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്ത് സംയോജിത കൺട്രോൾ റൂമുകളും പ്രവർത്തനം ഊർജിതമാക്കി. 21 മണിക്കൂർ വരെ വിമാന സർവീസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതായി കൊൽക്കത്ത വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന മഞ്ഞ ജാഗ്രത പിൻവലിച്ചിട്ടുണ്ട്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ജൂൺ 1-നാണ് 7ാം-ഘട്ട വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ബിജെപിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഉത്തർപ്രദേശിലെ കുശിനഗർ, സലേൻപൂർ, ചന്ദൌലി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ വാരാണസിയിൽ ഇന്ന് പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഹിമാചൽ പ്രദേശിൽ പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നുണ്ട്. ബിജെപി മുതിർന്ന നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ മോഹൻ യാദവ് പാറ്റ്നയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും. ജെഡിയു അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ നളന്ദയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. ആർജെഡി നേതാവ് തേജസ്വി യാദവ് ജഹാനാബാദ്, പാടലിപുത്ര എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വാരണാസിയിൽ ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യയുടെ ഉയർച്ച എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ വിജയം ആഭ്യന്തര നയത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഉയർന്ന വളർച്ചാ നിരക്കും കയറ്റുമതിയിലുള്ള വർധനവും ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ്സ് ഉയർത്തി. സംരംഭ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിരവധി ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിലെ ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നതിന് വേണ്ടിയാണ് ഇളവ് തേടുന്നതെന്ന് കെജ്രിവാൾ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി. നിലവിൽ ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജാമ്യ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി 14 ദിവസത്തേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി തുടങ്ങിയവർ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികത്തിൽ ഡൽഹിയിലെ ശാന്തിവനിലുള്ള സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. നെഹ്റുവിന്റെ സമാനതകളില്ലാത്ത സംഭാവനയില്ലാതെ ഇന്ത്യയുടെ ചരിത്രം അപൂർണമാണെന്ന് ഖാർഗെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കും. ടിആർപി ഗെയിം സോൺ ഉടമസ്ഥർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് ഹൈക്കോടതി സ്വമേധ്യാ കേസെടുത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. ഗെയിം സോൺ ഉടമ യുവരാജ് സിംഗ് സോലങ്കി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തതായി രാജ്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. 27 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയുടെ അശ്രദ്ധ തീപിടുത്തത്തിന് കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു. കല്യാണി നഗർ അപകടക്കേസിൽ സസൂൺ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടർ അജയ് തവാരെ, ഡോക്ടർ ശ്രീഹരി ഹാർലർ എന്നിവരാണ് അറസ്റ്റിലായത്. 2 യുവ എഞ്ചിനീയർമാരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ പ്രായപൂർത്തിയാകാത്തയാളുടെ രക്തസാമ്പിൾ റിപ്പോർട്ടിൽ കൃത്രിമം കാണിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വോൾട്ടിൽ സ്വർണ്ണ നേട്ടവുമായി ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദീപ കർമാക്കർ 13.566 ശരാശരി സ്കോർ നേടിയാണ് ദീപയുടെ സ്വർണ്ണ നേട്ടം. ഫൈനലിൽ 2 കൊറിയൻ താരങ്ങളെ മറികടന്നാണ് മെഡൽ സ്വന്തമാക്കിയത്. 2015 നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇതേ വിഭാഗത്തിൽ ദീപ വെങ്കല മെഡൽ നേടിയിരുന്നു. മെഡൽ നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദീപ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യസംഘവും ലോകാരോഗ്യ സംഘടനയും ചേർന്ന് വാക് ദി ടാക്ക് യോഗ സെഷൻ സംഘടിപ്പിച്ചു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്രയും ഡബ്ല്യുഎച്ച്ഒയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗെബ്രിയേസസും ഇന്ത്യയിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. മധ്യ ഇസ്രായേലിലെ ടെൽ അവീവ് പ്രദേശത്ത് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി. തെക്കൻ ഗസയിലെ റഫ പ്രദേശത്ത് നിന്നും വന്ന 8ഓളം റോക്കറ്റുകളിൽ പലതും വെടിവെച്ചിട്ടതായും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ മറികടന്ന് റഫയിൽ ഇസ്രായേൽ രൂക്ഷ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ തിരിച്ചടി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ആക്രമണം. ലിത്വാനിയയുടെ പുതിയ പ്രസിഡന്റായി ഗിറ്റാനാസ് നൌസദ 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിൽ നൌസദയ്ക്ക് 74.43% വോട്ടുകളാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി ഇൻഗ്രിഡ സിമോനെട്ടായിരുന്നു എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 553 പോയിന്റ് ഉയർന്ന് 75,963ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 143 പോയിന്റ് നേട്ടത്തിൽ 23,101ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 53,320 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 6,665 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മു കാശ്മീരിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതിനുശേഷം 95 കോടിയോളം രൂപയുടെ പണവും മദ്യവും ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ എറണാകുളം സബ് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വെള്ളത്തിൽ ഏത് രാസപദാർത്ഥമാണ് കലർന്നതെന്ന് വ്യക്തമായാൽ ആ രാസമാലിന്യം പുറത്തുവിടുന്ന കമ്പനിയെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഇന്ത്യൻ പൌരന്മാരുടെ മൊബൈൽ ഫോൺ നമ്പറുകളിലേക്ക് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങൾ കോൾ ചെയ്യുന്നത് തടയാൻ ടെലികോം സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കോളിംഗ് ലൈനിൽ കൃത്രിമം കാട്ടി ഇന്ത്യയിൽ നിന്നും മൊബൈൽ നമ്പരാണെന്ന് തോന്നും വിധമാണ് തട്ടിപ്പുകാർ അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത്. ഇത് നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും കാരണമാകുന്നതായി വാർത്താവിനിമയ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. റേമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിന്റെ തീരജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലെ ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടവുമായി ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദീപ കർമാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.